മൊഡ്യൂൾ 5-ന് നമുക്ക് ഈ 4 ചോദ്യം പഠിച്ചാൽ മതി. ഈ 4 ചോദ്യം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 5th മൊഡ്യൂൾ സുഖമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. അതായത് നമ്മൾ റൊട്ടേറ്റിംഗ് മാസ് എന്ന് പറയുമ്പോൾ സെയിം പ്ലെയിനും ഡിഫറെൻറ്റ് പ്ലെയിനും. അപ്പോൾ നമ്മൾ ആദ്യം സെയിം പ്ലെയിനിൽ ഒരു കണക്ക് ചെയ്യുന്നു, പിന്നെ ഡിഫറെൻറ്റ് പ്ലെയിനിൽ ഒരു കണക്ക് ചെയ്യുന്നു. അതാണ് ഇത് സെയിം പ്ലെയിന്, ഇത് ഡിഫറെൻറ്റ് പ്ലെയിന്. അതിനുശേഷം ബാക്കി 3ഉം 4ഉം വന്നിട്ട് അഡ്വാൻസ്ഡ് ചോദ്യങ്ങളാണ്. ചോദിക്കുവാണെങ്കിൽ അതിൻ്റെ എക്സ്ട്രീം ഏത് ചോദിക്കാം എന്നുള്ളതാണ് ഈ ഒരു ചോദ്യം. ഓക്കെ അല്ലേ? ശരി, ഓക്കെ. ഇത് വന്നിട്ട് ഫസ്റ്റ് ചോദ്യം, ഈ ക്വസ്റ്റ്യൻ സെയിം പ്ലെയിനിലെ ചോദ്യമാണ്. ഇത് സെയിം പ്ലെയിൻ, ബാലൻസിങ് മാസസ് ഓൺ സെയിം പ്ലെയിൻ. ഓക്കെ, ബാലൻസിങ് മാസസ് ഓൺ സെയിം പ്ലെയിൻ. ശരി, അപ്പം ആദ്യം എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യന് ഒന്നിന് ഒരു 3 തവണ വായിക്കണം. കാരണം നമ്മൾ എന്തെങ്കിലും വിട്ടുപോയിരിക്കും ചിലപ്പോൾ ടെൻഷനിൽ. അപ്പോൾ ഒന്നിന് ഒരു 3 തവണ വായിക്കുക, ഗിവൺ ഡേറ്റ എല്ലാം കറക്റ്റാണോ നോക്കുക. അതിനുശേഷം തറവായിട്ട് ക്വസ്റ്റ്യൻ ഇതാണ് ഇന്നതാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് മൈൻഡിലൊരു ട്രാക്ക് കൊണ്ടുവരിക. അതിനുശേഷം ചെയ്യാൻ തുടങ്ങുക. ഓക്കെ, ചെറിയ ഡിസ്ട്രാക്ഷൻ. അപ്പം ക്വസ്റ്റ്യൻ ആദ്യം വായിക്കുക. 4 മാസസ് M1, M2, M3 ആൻഡ് M4 ആർ 200 kg, 300 kg, 240 kg ആൻഡ് 260 kg റെസ്പെക്റ്റീവ്ലി. റെസ്പെക്റ്റീവ്ലി എന്ന് വെച്ചാൽ ക്രമമായി, ഇതിൻ്റെ ക്രമത്തിൽ ഇത് അങ്ങനെയുള്ള ക്രമമായി. ഓക്കെ, ശരി. അപ്പോൾ M1 എന്ന് പറയുന്നത് 200 kg. ഗിവൺ ഡേറ്റ എപ്പോഴും നമ്മൾ ആൻസർ എഴുതി ഗിവൺ ഡേറ്റ എന്ന് പറഞ്ഞ് കൊടുക്കുക. M1 200 kg, M2 300 kg, M3 240 kg, M4 260 kg. ഓക്കെ, 200, 300, 240, 260. പിന്നെ റേഡിയസ് R1 എത്രയാണ്? 0.2 മീറ്ററിലാണ് തന്നിരിക്കുന്നത്. R2 0.15 മീറ്ററിലാണ് തന്നിരിക്കുന്നത്. R3 0.25 മീറ്ററിലാണ്. R4 0.3 മീറ്ററിലാണ്. ഇതെന്നാ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ, ഇതൊരു സെയിം പ്ലെയിനാണ്. ഇങ്ങനെ വരും. ഇതെന്ന് പറയുന്നത് ഒന്നാമത്തെ സംഭവം. മാസ് 200 kg, റേഡിയസ് 0.2 മീറ്റർ, മാസ് എത്ര kg? 200 kg. ഓക്കെ, അതിനുശേഷം ഇവർ പറഞ്ഞത് 45 ഡിഗ്രി വിട്ടിട്ട് ഇത് രണ്ടാമത്തത് എത്ര kg? 300 kg. ഇതൊരു റഫ് സ്കെച്ചാണ്. 0.15 മീറ്റർ. അതിനുശേഷം M3 എന്ന് പറയുമ്പോൾ അതിൻ്റെ ആംഗിൾ എത്രയാണ്? അതാണ് ഇത് 75 ഡിഗ്രി. ഇത് ഇടയ്ക്കുള്ളത് 75 ഡിഗ്രി. ഇതെത്രയാണ്? 240 kg, 0.25 മീറ്റർ. ഓക്കെ, എന്നിട്ട് നാലാമത്തത് ഇത് ചിലപ്പം 135 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. 135 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ട് വരുമായിരിക്കും. അപ്പം ഇത് 4. മാസം എത്രയാണ്? 260 kg. റേഡിയസ് എത്രയാണ്? 0.3 മീറ്റർ. ഇത്ര മതി. അതായത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ച് നോക്കിയിട്ട് നമ്മൾ ഗിവൺ ഡേറ്റ എടുത്ത് എഴുതുക. ഗിവൺ ഡേറ്റ എല്ലാം കിട്ടിയതിനെ വെച്ചിട്ട് നമ്മൾ ഇത് വരയ്ക്കുക. ഓക്കെ, ശരി. അതായത് M1, M2, M3 ആൻഡ് M4 അങ്ങനെ 4 സംഭവമുണ്ട്. അതിൻ്റെ കിലോഗ്രാം തന്നിട്ടുണ്ട്, അതിൻ്റെ റേഡിയസും തന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് തമ്മിലുള്ള ആംഗിൾ തന്നിട്ടുണ്ട്. അതാണ് എന്തോന്ന്? ഈ 45 ഡിഗ്രി, 75 ഡിഗ്രി, 135 ഡിഗ്രി. പിന്നെ ചോദ്യം എന്തിനാണ്? ഫൈൻഡ് ദ പൊസിഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ബാലൻസ് മാസ് റിക്വയർഡ് ഇഫ് ഇറ്റ്സ് റേഡിയസ് ഓഫ് റൊട്ടേഷൻ ഈസ് 0.2 മീറ്റർ. അതായത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എന്തുവാണ്, ഒരു സംഭവം കിടന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പം കറങ്ങാൻ നേരത്ത് അത് ബാലൻസ്ഡ് ആണെങ്കിൽ ഓക്കെ, ബാലൻസ്ഡ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ കറക്റ്റ് സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒരു വെയിറ്റ് വെക്കണം. വെയിറ്റ് വെക്കാൻ നേരത്തായിരിക്കും അതവിടെ സിസ്റ്റം ബാലൻസ് ആവുന്നത്. അപ്പം ആ വെയിറ്റ് വെക്കാൻ വേണ്ടി നമുക്ക് എന്തോന്ന് വേണം? എത്ര വെയിറ്റ് വെക്കണം എന്നുള്ളത് അറിയണം. അതാണ് മാഗ്നിറ്റ്യൂഡ്. എന്നിട്ട് അതിൻ്റെ എവിടെ കൊണ്ടുപോയി വെക്കണം, അതാണ് അതിൻ്റെ ആംഗുലർ പൊസിഷൻ. മനസ്സിലായോ? ഓക്കെ, അതാണ് നമുക്ക് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു ഷാഫ്റ്റാണ്. ഈ ഷാഫ്റ്റിൽ ഇവിടെ ഒരു മാസമുണ്ട്, 1, ഇവിടെ ഒരു മാസമുണ്ട്, 3 മാസമുണ്ട്, 4 മാസമുണ്ട്. ഇതൊരു സെയിം പ്ലെയിനാണ്. അപ്പം ഇതിവിടെ വെക്കുകയാണെങ്കിൽ ഇവിടെ ഒരെണ്ണമുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരെണ്ണമുണ്ട്. ഓക്കെ, ഇവിടെ ഒരെണ്ണമുണ്ട്,
45 ഡിഗ്രി കഴിഞ്ഞിട്ട് ഇവിടെ ഒരെണ്ണമുണ്ട്. അതിനുശേഷം 75 ഡിഗ്രി കഴിഞ്ഞിട്ട് ഇവിടെ ഒരെണ്ണം വരും. പിന്നെ 135 ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പുറം ഒരെണ്ണം വരും. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംഭവം ഇരിക്കുന്നത്. അപ്പം ഇത് ഈ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ മാസ് തന്നിട്ടുണ്ട്, റേഡിയസ് തന്നിട്ടുണ്ട്, ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ മാസ്, റേഡിയസ്, ആംഗിൾ ഇത് ഇത്രയും വെച്ച് നമുക്ക് ഇത്രയും വരച്ച് വെക്കാമല്ലോ. അത് ഇത്രയും വരച്ച് വെക്കുക. ഇതൊരു റഫ് സ്കെച്ച് ഗിവൺ ഡേറ്റ. ഇനിയിപ്പം ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ പൊസിഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ബാലൻസ് മാസ് റിക്വയർഡ് ഇഫ് ഇറ്റ്സ് റേഡിയസ് ഓഫ് റൊട്ടേഷൻ ഇസ് 0.2 മീറ്റർ. അതായത് ഈ സംഭവം കിടന്ന് കറങ്ങുവാണ്. ഇത് കിടന്ന് കറങ്ങാൻ നേരത്തെ ഇത് ബാലൻസ്ഡ് അല്ല, ഇത് ബാലൻസ്ഡ് ആവണം. ഇത് ബാലൻസ്ഡ് ആക്കണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് എവിടെയോ കൊണ്ടുപോയിട്ട് ഒരു മാസ് കൊണ്ടേ വെക്കണം. അപ്പോൾ അത് ഏത് മാസാണ്, എത്ര മാസാണ് വെക്കേണ്ടത്, അത് എത്ര മാസാണ് വെക്കേണ്ടത്, അത് എവിടെ കൊണ്ടുപോയി വെക്കണം. ഇവിടെ ആവാം, എവിടെ വേണോ ആവാം. അപ്പോൾ അതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനിയിപ്പം സെയിം പ്ലെയിനിൽ അങ്ങനെ ബോക്സ് വരയ്ക്കാറില്ല, പക്ഷെ വേണമെങ്കിൽ വരയ്ക്കാം. അപ്പം അതിനിങ്ങനെ കൊടുക്കുക, മാസ് കൊടുക്കുക. മാസ് എന്നിട്ട് പറഞ്ഞിട്ട് അതിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, എന്നിട്ട് റേഡിയസ് അതിൻ്റെ യൂണിറ്റ് മീറ്റർ. ഓക്കെ, ഇനി FC/ω², മാസ് റേഡിയസ് FC/ω², അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ ആണ്. ഓക്കെ, അങ്ങനെ ഇത് ഇത്ര എഴുതുക, ഇതൊരു ബോക്സ് ആക്കുക. ഓക്കെ, എന്നിട്ട് മാസ് ഇവിടെ നമ്പർ എന്ന് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇതിപ്പോൾ ഒന്നാമത്തെ എൻ്റേത് 200, റേഡിയസ് എത്രയാണ് അതിൻ്റെ 0.2 മീറ്റർ. ഇതിപ്പം വേറെ കണക്കിൽ വന്നിട്ട് ഇത് മീറ്ററും തരണമെന്നില്ല, ചിലപ്പോൾ സെൻറ്റിമീറ്ററിലായിരിക്കും അത് തരുന്നത്, ചിലപ്പോൾ മില്ലിമീറ്ററിലായിരിക്കാം തരുന്നത്. പക്ഷെ അത് നമ്മൾ ഈ ബോക്സിലേക്ക് ആക്കുമ്പോൾ എന്താക്കിയിരിക്കണം, ഇതേ ഓർഡർ തന്നെ കിടക്കണം. ഇപ്പോൾ മാസ് റേഡിയസ് FC/ω² ആണെങ്കിൽ കിലോഗ്രാം മീറ്റർ അത് അങ്ങനെ തന്നെ വരണം. ഓക്കെ, അപ്പോൾ 200 0.2 ആയി, 300 കിലോഗ്രാം. എത്ര റേഡിയസ്? 0.15. പിന്നെ അടുത്തത് 240 0.25, 260 0.3. ഓക്കെ, അപ്പം 4 എണ്ണത്തിൻ്റെയും മാസസ് റെസ്പെക്റ്റീവായിട്ടുള്ള റേഡിയസും എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് ഇൻറ്റു ഇത് ചെയ്യണം. അതായത് മാസ് ഇൻറ്റു റേഡിയസ്, അതാണ് കിലോഗ്രാം ഇൻറ്റു മീറ്റർ, അതാണ്. അപ്പോൾ 200 ഇൻറ്റു 0.2, 200 ഇൻറ്റു 0.2 ചെയ്യുമ്പോഴത്തേക്കും 40 ഇതെന്താണ്? കിലോഗ്രാം മീറ്ററാണ്. ഓക്കെ, 300 ഇൻറ്റു 0.15 ചെയ്യുമ്പോൾ 45, 240 ഇൻറ്റു 0.25 ചെയ്യുമ്പോൾ 60, 260 ഇൻറ്റു 0.3 78. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ FC/ω² ഫോഴ്സ്. അപ്പം നമുക്ക് ഇത് കിട്ടിയതാണ് ഫോഴ്സ്. ഇനിയിപ്പം നമ്മൾ ഇത് ആക്ച്വലി നമ്മളെടുത്ത് വരയ്ക്കണം. ഇത് നമ്മൾ വരയ്ക്കുന്നതിൻ്റെ, അതായത് ആംഗിളുള്ള ഡയഗ്രാം വരയ്ക്കുന്നതിൻ്റെ പേരാണ് സ്പേസ് ഡയഗ്രാം. അപ്പോൾ നമ്മളിവിടെ സ്പേസ് ഡയഗ്രാം എന്ന് കൊടുക്കുന്നു, സ്പേസ് ഡയഗ്രാം. ഇതിനങ്ങനെ മെഷർമെൻറ്റോ കാര്യങ്ങളൊന്നും വേണ്ട. സ്പേസ് ഡയഗ്രാമിൻ്റെ അകത്ത് ആംഗിൾ മാത്രമാണ് മസ്റ്റ്. അപ്പം നമ്മൾ ആദ്യം ജസ്റ്റ് ഒരു ഹോറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു. ഹോറിസോണ്ടൽ ലൈൻ വരച്ചിട്ട് ഇതിനെ വന്നിട്ട് നമ്മൾ 1 ആയിട്ട് എടുത്തു. അതായത് ഇത് തന്നെ. ഓക്കെ, ഇനിയിപ്പം എത്ര ഡിഗ്രി എടുക്കേണ്ടത്? 45 ഡിഗ്രി. കാണാമോ? 45 ഡിഗ്രി എടുത്ത് ഒരു മാർക്കിങ് കൊടുത്തു. ഇവിടെയാണ് എന്താണെന്നുള്ളത് സെക്കൻഡ് സംഭവം വരുന്നത്. അതിനുശേഷം 75 ഡിഗ്രി. ഇനി ഒരു കാര്യം കൂടെ, ഈ ചോദ്യത്തിൽ കണ്ടായിരുന്നോ? ആംഗിൾസ് ബിറ്റ്വീൻ സക്സസീവ് മാസസ് എന്നാണ്. അതായത് ഒരു ആംഗിള് ഇതും തമ്മിലുള്ള ഇത് വന്നിട്ട് 45 ഡിഗ്രി, എന്നിട്ട് അടുത്ത 2 മാസം തമ്മിലുള്ള ഇടയ്ക്കുള്ള ഇതെന്ന് പറയുന്നത് 75 ഡിഗ്രി. അങ്ങനെയാണ്. ചില സമയത്ത് എങ്ങനെ ചോദിക്കുമെന്ന് വെച്ചാൽ, ഒന്നീന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് മെഷർ ചെയ്യാൻ നേരത്ത് 45 ഡിഗ്രി 75 ഡിഗ്രി, അപ്പം മൊത്തത്തിലായിരിക്കും 75 വരുന്നത്. ഇവിടെ നിന്നായിരിക്കും മൊത്തത്തിലായിരിക്കും 135 വരുന്നത്.
കൺഫ്യൂഷൻ അടിക്കാനൊന്നുമില്ല. ആംഗിൾസ് ബിറ്റ്വീൻ സക്സസീവ് മാസസ്, അതായത് ഓരോ ഇതിൻ്റെയും ഇടയ്ക്കുള്ള മാസസ് എന്നാണ് ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ തന്നെ വരയ്ക്കുക. ഇത് എത്ര ഡിഗ്രി? 45 ഡിഗ്രി. ഇനി അപ്പോൾ അടുത്ത എത്ര? 75 അല്ലേ? അടുത്തത് 75 ഡിഗ്രി. ഇവിടെ നിന്ന് എടുക്കാൻ നേരത്ത് 70, 75. ഇവിടെ നിന്ന് എടുക്കുമ്പോൾ 75 ഡിഗ്രി. ഓക്കെ, ഇതും തമ്മിലുള്ളതാണ് 75 ഡിഗ്രി. പിന്നെ അടുത്തത് 75 ഡിഗ്രി വെച്ചിട്ട് ഇനി അടുത്ത എത്ര? 135 ഡിഗ്രി. ഡിഗ്രി. ഇവിടെ 135 ഡിഗ്രി വരും. അപ്പോൾ ഇതെന്തോന്നായി? ഇത് 3, ഇത് 4. ഒന്നിൻ്റെ മാസം എത്രയാണ്? അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് 240 kg ആണിത്, അല്ല 200 kg ആണിത്. എത്രയാണ്? 0.2 മീറ്ററാണ് റേഡിയസ്, 0.2 മീറ്റർ. പിന്നെ ഇത് വന്നിട്ട് 300 kg, 0.15 മീറ്ററാണ് റേഡിയസ്. ഇത് വന്നിട്ട് 240 kg, 0.25 മീറ്ററാണ് റേഡിയസ്. ഇത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ആംഗിളാണ്. ഇതും തമ്മിലുള്ള ആംഗിളാണ് 135 ഡിഗ്രി. ഇപ്പോൾ ഇത് ഇവിടെ നിന്നാണ് ആംഗിളെങ്കിൽ ഇത് ഇവിടെ നിന്ന് ഈ ഒരു ആർക്ക് കൊടുക്കുന്നതാണ് അതിൻ്റെ ഒരു ശരിയായിട്ടുള്ള രീതി. ഇത് 0.3 മീറ്ററാണ്, 260 kg. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഈ 4 മാസസും വരുന്നത്. അപ്പം ഇതിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? സ്പേസ് ഡയഗ്രാം. ഇതിന് സ്കെയിലിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ആംഗിൾ മാത്രം കറക്റ്റായിട്ട് സ്കെയിലിങ്ങിൽ ഇരുന്നാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് നമ്മൾ പാരലൽ കൊണ്ടുപോയി വെച്ചാണ് നമ്മൾ എന്തോന്ന് വരയ്ക്കുന്നത്? ഫോഴ്സ് പോളിഗൺ വരയ്ക്കുന്നത്. അപ്പം സ്പേസ് ഡയഗ്രാം വരച്ചു. ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ബാലൻസിങ് മാസമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ മാസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഇപ്പം നമുക്കിവിടെ ഉള്ളത് എന്തോന്നാണ്? മാസ് റേഡിയസ് വെച്ച് നമ്മൾ ഫോഴ്സ് കണ്ടുപിടിച്ചു. അപ്പം നമ്മൾ വരയ്ക്കേണ്ട സാധനം ഫോഴ്സ് പോളിഗൺ. ഇത് നമ്മൾ സ്കെയിൽ ചെയ്ത് വേണം വരയ്ക്കാനായിട്ട്. ഓക്കെ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു കാര്യം കൂടെ പറയാൻ പറ്റുമോ? ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡയറക്ഷൻ ഇങ്ങനെ മണ്ടയ്ക്കോട്ടായിരിക്കും. ഇങ്ങനെയും കൂടെ കൊടുത്തേക്കാം. ഓക്കെ, ഫോഴ്സ് പോളിഗൺ വരയ്ക്കാൻ പോവാം. ഫോഴ്സ് പോളിഗൺ വരയ്ക്കാൻ നേരത്തെ നമ്മൾ സ്കെയിൽ ചെയ്യണം. സ്കെയിൽ 1 സെൻറ്റിമീറ്റർ = എത്ര കൊടുക്കാം? ഇതിപ്പം നമുക്ക് ഒരു കാര്യം കൂടെ പറയാം. ഇപ്പം നമ്മൾ ഈ മോമിൻ്റെ അകത്ത് കുറേ സ്കെയിലിങ് വരുന്നുണ്ട്. പെട്ടിയിലുള്ളതെല്ലാം ഇങ്ങനെ നമ്മൾ അളവെടുത്താൽ വരയ്ക്കുന്നത്. അപ്പോൾ അവർ തന്നിരിക്കുന്ന അളവിൽ നമുക്ക് ഒരിക്കലും വരയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ സ്കെയിൽ ചെയ്യാൻ ശരിക്കും പഠിച്ചില്ലെങ്കിൽ, അതിനൊരു ബേസ് ഇല്ലെങ്കിൽ, നമുക്ക് എല്ലാ കണക്കും ചെയ്യാൻ നേരത്ത് ഭ്രാന്ത് പിടിക്കും. ഇപ്പോൾ ഇവിടെ 40 ഉണ്ട്. അപ്പം എനിക്ക് മാക്സിമം ഒരു സ്കെയിലിനകത്ത് എടുക്കാൻ പറ്റുന്നത് 15 സെൻറ്റിമീറ്റർ. അപ്പം ഇതിപ്പോൾ ഞാൻ 40 എനിക്ക് 40ആയിട്ടൊന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഒരു പോയിന്റ് ഇപ്പുറം ഒന്ന് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ 4 സെൻറ്റിമീറ്റർ എടുക്കാൻ പറ്റും, 4.5 എടുക്കാൻ പറ്റും, 6 സെൻറ്റിമീറ്റർ എടുക്കാൻ പറ്റും, 7.8 സെൻറ്റിമീറ്ററും സുഖമായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ ഇവിടെ കിടക്കുന്ന വാല്യൂവിനെ ഡിവൈഡ് ബൈ നമ്മളിവിടെ എഴുതാൻ പോകുന്ന വാല്യൂ. ശ്രദ്ധിച്ചോണേ, ഇവിടെ കിടക്കുന്ന ഇപ്പം നമുക്ക് ഏതാണോ വാല്യൂ എടുത്ത് വരയ്ക്കേണ്ട ആ വാല്യൂവിനെ നമ്മൾ സ്കെയിൽ എടുത്തിരിക്കുന്നത് വെച്ച് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഡിവൈഡ് ചെയ്യാൻ നേരത്തെ നമുക്കൊരു ഉത്തരം കിട്ടും. അത് വെച്ചാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഇപ്പം 40നെ ഞാനിപ്പോൾ ഇവിടെ 10 കിലോഗ്രാം മീറ്റർ എന്നാണ് എടുക്കുന്നത്. ഓക്കെ, 1 സെൻറ്റിമീറ്റർ സ്കെയിൽ 10 കിലോഗ്രാം മീറ്റർ. അപ്പം ഞാൻ 40നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം 4 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോഴത്തേക്കും ഞാൻ 4 സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കും. 45നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം 4.5 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പം 4.5 സെൻറ്റിമീറ്റർ എടുത്ത് വരച്ചു. 60ന് ചെയ്യാൻ നേരത്ത് 6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. 78ന് ചെയ്യാൻ നേരത്ത് 7.8 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് ഏതാണോ വാല്യൂസ് എടുത്ത് സ്കെയിൽ ചെയ്ത് വരയ്ക്കേണ്ടത് അത് നമ്മൾ ഒന്ന് എന്തെങ്കിലും കൊണ്ട് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഉത്തരം നമുക്ക് ഈ സ്കെയിലിനകത്ത് എടുക്കാൻ പറ്റുമെന്നുള്ളത് നോക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിനെ തന്നെ എടുത്തിവിടെ എഴുതിയിട്ട് അങ്ങനെ ഡിവൈഡ് ചെയ്ത് ഓരോന്നും ചെയ്യുക. തെറ്റാതിരിക്കാനാണ് ഞാൻ ഇത്രയും ബേസിക്കായിട്ട് പറഞ്ഞത്. ഓക്കെ, ഏതാണോ നമുക്കെടുത്ത് വരയ്ക്കേണ്ടത് അതിനെ സ്കെയിലിൽ കൊടുത്തിരിക്കുന്ന നമ്പർ കൊണ്ട് വേണം നമ്മൾ ഡിവൈഡ് ചെയ്യാൻ. അതാണ് ആ ഒരു ബേസിക്. ഓക്കെ, റോളർ സ്കെയിൽ, മോമിന് റോളർ സ്കെയിൽ മസ്റ്റാ. 50 രൂപയേ ഉള്ളൂ.
16 സെൻറ്റിമീറ്ററിന് റോളർ സ്കെയിൽ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. എൻ്റെ കയ്യിൽ വലുതും ഉണ്ട്, 30 സെൻറ്റിമീറ്ററിന് മണ്ടയ്ക്കുള്ളതും ഉണ്ട്. പക്ഷെ അത് നമ്മളെടുത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കുമ്പോൾ എഡ്ജ് കയറിപ്പോവും, അങ്ങനെയൊക്കെ വരാൻ നേരത്ത് സീനാണ്. പിന്നെ ഇനി ഒരു കാര്യം കൂടെ പറയാം. ഈ റോളർ സ്കെയിൽ എന്ന് പറയുന്ന നേരത്ത് ഇപ്പം കറക്റ്റ് ഈ ചുമല കളർ സംഭവം കൊണ്ട് അത് കറക്റ്റായിട്ട് അവിടെ സർഫസിൽ നിന്നാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് റോൾ ആവത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു സൈഡ് കയറി പോകുക, അങ്ങനെയും പറ്റും. അതുപോലെ തന്നെ ഒരെണ്ണം പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോയാലും അതിൻ്റെ ഒരു ലെവൽ തെറ്റും. അതുകൊണ്ട് കറക്റ്റ് ഇതിങ്ങനെ വരുന്ന പോലെ തന്നെ നമ്മൾ എടുക്കണം. പിന്നെ ചെയ്യാൻ നേരത്തെ എന്തെങ്കിലുമൊക്കെ ട്രിക്കൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എനിവേ ഇതിനിങ്ങനെ എടുത്തു. കറക്റ്റ് ഇങ്ങനെ 2 പെൻസിലും കൊണ്ട് 2 അറ്റത്തും കൂടെ കറക്റ്റ് ലെവൽ പിടിച്ചോളുക, എന്നാലേ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ കോണിപ്പോവും. എന്നിട്ട് ഇതിങ്ങനെ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഇതിന് ഒരു സൈഡ് ഇങ്ങനെ പൊക്കണം. ഇങ്ങനെ പൊക്കിയിട്ട് വേണം പതുക്കെ ഇങ്ങനെ കൊണ്ടുവരാനായിട്ട്. അപ്പം ഇതിനെ നമ്മൾ പാരലൽ കൊണ്ടുവന്ന് ഇവിടെ വെച്ചു. വെച്ചതിന് ശേഷം ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ഇതിനെ ഇത് നടുക്കത്തേൻ്റെ ഇത് O ആണ്. സ്പേസ് ഡയത്തിനും കൂടെ കൊടുത്തേക്കണേ, ഞാൻ വിട്ടുപോയി. ഓക്കെ, ഇത് O, ഇത് ഇങ്ങോട്ടുള്ളത് 1, ഇത് 2, ഇത് 3, ഇത് 4. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പോയിന്റ് എടുത്തു, അതിനെ നമ്മൾ O എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തു. അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡയറക്ഷനാണ്, റൈറ്റിലേക്കല്ലേ കിടക്കുന്നത്. എല്ലാം ഔട്ട്വേർഡ്സ് ടു ദ പോയിന്റ് അല്ലേ, പോയിന്റിൽ നിന്ന് എല്ലാം പുറത്തേക്കാണ് പോകുന്നത്, ഇൻവേർഡ്സ് അല്ല. അപ്പം എല്ലാം നമ്മളപ്പോൾ ഇവിടെ നിന്നപ്പോൾ റൈറ്റിലേക്ക് വേണം വരയ്ക്കാനായിട്ട്. ഓക്കെ, 40നെ നമ്മൾ സ്കെയിൽ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 4 സെൻറ്റിമീറ്ററിന് കിട്ടി. അപ്പോൾ ഇവിടെ നിന്ന് 1, 2, 3, 4 വരച്ചു. എന്നിട്ട് ഈ കിട്ടിയതാണ് എന്തോന്ന്, ഒന്നാമത്തേൻ്റേത്. ഇതിനെ നമ്മൾ FC1 എന്നാണ് പറയുന്നത്. അപ്പം ഇതിനിങ്ങനെ ഒരു ആരോ കൊടുത്തേക്കുക, റൈറ്റിലേക്കല്ലേ, ഇവിടെ നിന്ന് നമ്മൾ റൈറ്റിലേക്കല്ലേ വരച്ചേ, ഇത് FC1. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിൻ്റെ നെക്സ്റ്റ് എന്തോന്നാണ്, രണ്ടാമത്തേതാണ്ട്. അപ്പോൾ ഇതിനിങ്ങനെ എടുക്കണം. ഇതേപോലെ കണ്ട് ഇങ്ങനെ പോയിന്റ് വെക്കുക. ഇങ്ങനെ പോയിന്റ് വെച്ച് തന്നെ റോളർ സ്കെയിലിൽ എടുക്കുക. എന്നിട്ട് കുറച്ച് ലിഫ്റ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കറക്റ്റ് കൊണ്ടുവന്ന് ഇവിടെ വെക്കുക. എന്നിട്ട് ഇവിടെ ഒന്ന് പോയിന്റ് വെച്ച് നോക്കുക, കറക്റ്റ് പോയിന്റ്. ശരി. ഇനിയിപ്പോൾ ഇത് എത്രയാണ്, 45 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ 4.5 എടുക്കുക. 1, 2, 3, 4, 4.5. ഓക്കെ. അപ്പോൾ ഇവിടെ എന്തോന്ന് എഴുതണം, ഇങ്ങോട്ട് ആരോ കൊടുക്കണം, മണ്ടയ്ക്കോട്ടല്ലേ ആരോ കൊടുത്തു. ഇതെന്തോന്നാണ്, FC2. ഓക്കെ, ഇത് നമ്മൾ ചെയ്തു, ഇതും ചെയ്തു. ഇനിയിപ്പോൾ അടുത്തത് ഒന്നാമത്തേന്ന് പറയുമ്പോൾ ഇത് 60 ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുമ്പോൾ 6 സെൻറ്റിമീറ്റർ എടുത്ത് നമ്മൾ ഇത് വരയ്ക്കണം. ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിനിങ്ങനെ കൊണ്ടുവന്ന് വെച്ചു. കറക്റ്റായിട്ട് ഇങ്ങനെ പോയിന്റ് കുത്തി, ഇവിടെയും പോയിന്റ് കുത്തി, റോളർ സ്കെയിൽ കറക്റ്റ് ചെയ്തു. നേരെ താഴേക്ക് കൊണ്ടുവരിക. അപ്പോൾ എന്നിട്ട് ഈ പോയിന്റ് കുത്തി നോക്കുക. റോളർ സ്കെയിൽ കറക്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ 6 സെൻറ്റിമീറ്റർ ഇതിങ്ങനെ വെച്ചിട്ട് ഇത് കൊടുത്തിട്ട് 6 സെൻറ്റിമീറ്റർ എടുക്കുക. സ്കെയിലും കണ്ട് 6 സെൻറ്റിമീറ്റർ. ഇവിടെ വരും. ഇതിനെ എങ്ങനെ വരയ്ക്കും, ഇങ്ങോട്ട് ആരോ കൊടുക്കണ്ടേ, മണ്ടയ്ക്കോട്ടല്ലേ ആരോ കിടക്കുന്നത്, ഇങ്ങനെ ആരോ കൊടുത്തു. ഇതെന്തോന്നാണ്, FC3. ഓക്കെ, ഇത്രയും മനസ്സിലായില്ലേ, ഡൗട്ടൊന്നുമില്ലല്ലോ. ശരി. എന്നിട്ട് ഇനി അടുത്ത് തന്നെ വരയ്ക്കേണ്ടത്, ഇതും വരച്ചു. ഇനിയിപ്പോൾ അടുത്ത് ഇത് 78നെ നമ്മൾ സ്കെയിൽ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എത്ര കിട്ടി, 7.8 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ 7.8 സെൻറ്റിമീറ്ററാണ് എടുക്കേണ്ടത് നാലാമത്തേതെന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് നമ്മളിങ്ങനെ വെച്ചു. നാലാമത്തേനെ വന്ന് ഇവിടെ വെച്ചിട്ട് കുത്തി അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനിയിപ്പം ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിനും കറക്റ്റായിട്ട് വെച്ചു. മണ്ടയ്ക്കോട്ട് വരയ്ക്കണോ താഴോട്ട് വരയ്ക്കണോ, താഴോട്ടാണ് വരയ്ക്കേണ്ടത്. കണ്ടോ, ഈ ഡയറക്ഷനിൽ വേണം വരയ്ക്കാനായിട്ട്. അപ്പം ഇതിങ്ങനെ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കൊടുത്തു. എന്നിട്ട് സ്കെയിലും വെച്ചിട്ട് 7.8 സെൻറ്റിമീറ്റർ കറക്റ്റായിട്ട് എടുക്കണം. ഇതല്ലേ ലൈന്. അപ്പോൾ 7.8 എന്ന് പറയുമ്പോൾ ഇവിടെ വന്ന് നിൽക്കും. 7.8 കറക്റ്റായിട്ട് എടുക്കണേ, അത് തെറ്റരുത്. ഒരു ചെറിയൊരിത് തെറ്റിയാലും വാല്യൂവിൻ്റെ അകത്ത് വ്യത്യാസം വരും. ഇപ്പോൾ 7.8 കൊണ്ടുവന്ന് നിർത്തി. ഇതെന്തോന്നാണ്, FC4 കാണോ. ഓക്കെ, FC4. നമ്മൾ എവിടെയാണ് തുടങ്ങിയത്, ഇവിടെയാണ് തുടങ്ങിയത്, ഇവിടെ വന്ന് അവസാനിച്ചു. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് തുടങ്ങിയതും അവസാനിച്ചതിനെയും കൂടെ കൂട്ടി ഒരു ലൈൻ ഓഫ് ആക്ഷൻ കൊടുക്കുക. തുടങ്ങിയതിനെയും തീർന്നതിനെയും കൂട്ടി ഒരു ലൈൻ ഓഫ് ആക്ഷൻ കൊടുക്കുക. ഇത് അപ്പം ഇതാണ് എന്തോന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇതിൻ്റെ ഫോഴ്സ്. ഓക്കെ, അപ്പം കണ്ടുപിടിക്കേണ്ട ഫോഴ്സ് ഇത് നമ്മൾ അളക്കുക. അതിനിപ്പോൾ നമ്മൾ എന്തോന്ന് എഴുതാം,
ഒരു മിനിറ്റ്. ഇതിനിപ്പോൾ നമ്മളിപ്പം ഇതിനെഴുതി നമ്മൾ FC4 എന്ന് എഴുതിയില്ലേ, അതുപോലെ ഇപ്പം കിട്ടിയതിനെ എങ്ങോട്ടായിരിക്കും ആരോ, ഇതെല്ലാം ഇങ്ങോട്ടേക്കല്ലേ വരുന്നത്. അപ്പോഴത്തേക്ക് ഇതിന് നമ്മളിങ്ങനെ തന്നെ ആരോ കൊടുക്കുക. ആരോ കൊടുത്തിട്ട് ഇത് ആണ് എന്തോന്ന് FC(x) എന്ന് തന്നെ വിചാരിച്ചു. നമ്മൾ എക്സിൻ്റെ അല്ലേ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് FC(x) എന്ന് വിചാരിച്ചോ. ശരി. എന്നിട്ട് നമ്മളിതിനെ അളക്കുക, സ്കെയിലും കൊണ്ട് അളക്കുക. ശ്രദ്ധിച്ചോണേ, സ്കെയിലും കൊണ്ട് അളന്നപ്പോൾ എനിക്ക് 2.2 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പം എഴുതുക, ഇത് FC(x) ഇങ്ങോട്ട് മാറ്റി എഴുതുവാണേ. FC(x) = 2.2 സെൻറ്റിമീറ്റർ. അതായത് ഞാൻ സ്കെയിൽ കൊണ്ട് ഉപയോഗിച്ചല്ലേ അളന്നത്. അപ്പോൾ 2.2 എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ ആണ്. ഇനി ഇതിനെ ഈ കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ എന്തുകൊണ്ട്, ഇതുകൊണ്ട് സ്കെയിലിലെടുത്ത് ഇതുകൊണ്ട് ഗുണിക്കണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പം എന്തോന്ന് കിട്ടും? 2.2 × 10 = 22 മീറ്റർ എന്ന് പറഞ്ഞ്, അല്ല കിലോഗ്രാം മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇതല്ലേ ഇതിൻ്റെ യൂണിറ്റ് ഏതായിരുന്നു? കിലോഗ്രാം മീറ്റർ ആയിരുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് ആ ഒരു ഇത് വെച്ചിട്ട് ഒരേ നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്ത് നമ്മൾ ഇത് ഇത്ര വരച്ചു. അപ്പോൾ ബാലൻസ് കിട്ടുന്നതിന് നമ്മൾ അളന്നപ്പോഴത്തേക്കും 2.2 സെൻറ്റിമീറ്റർ എന്ന് വന്നു. അപ്പോൾ അതിനെ നമ്മൾ തിരിച്ച് നമ്മൾ ആ ഡിവൈഡ് ചെയ്ത നമ്പർ കൊണ്ട് ഗുണിക്കണം, ഇൻറ്റു ചെയ്യണം. അപ്പോഴത്തേക്കും നമുക്ക് എന്തോന്ന് കിട്ടും? 22 കിലോഗ്രാം മീറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫോഴ്സ് കിട്ടും. ഓക്കെ, അതത്ര മനസ്സിലായേ? ഇത് ഈ 2.2 എന്ന് എഴുതി വെക്കല് തെറ്റാണ്. തിരിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത പോലെ തന്നെ ഉത്തരം കിട്ടുന്നതിന് നമ്മൾ തിരിച്ച് കൺവേർട്ട് ചെയ്യണം. ഇൻറ്റു ചെയ്താണ് കൺവേർട്ട് ചെയ്യുന്നത്. ഡിവൈഡ് ചെയ്ത് നമ്മൾ കുറച്ച് എഴുതിയെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് മാറ്റുമ്പോഴും ഇൻറ്റു ചെയ്ത് മാറ്റണം. ഓക്കെ, അങ്ങനെ മാറ്റിയതിന് ശേഷം 22 കിലോഗ്രാം മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടി. എന്തോന്നാണ്? ആ എക്സ് എന്ന് പറഞ്ഞ വാല്യൂ, ഫോഴ്സിൻ്റെ എക്സ് എന്ന് പറഞ്ഞ വാല്യൂ. ഓക്കെ, ഇനി നമ്മളിവിടെ മാസ് ഇൻറ്റു റേഡിയസ് ചെയ്തപ്പോഴല്ലേ നമുക്ക് ഫോഴ്സ് കിട്ടിയത് അല്ലേ? ഇവിടെ 200 × 0.2 ചെയ്തപ്പോഴാണ് 40 എന്നുള്ള വാല്യൂ കിട്ടിയത്. ഇത് ഇൻറ്റു ഇത് ചെയ്തപ്പോഴാണ് ഇതെന്നുള്ള വാല്യൂ കിട്ടിയത്. അതുപോലെ തന്നെ ഇവിടെയും മാസ് ഇൻറ്റു റേഡിയസ് എന്ന് പറയുമ്പോഴല്ലേ ഈ FC(x) എന്ന് പറഞ്ഞ് വരുന്നത്. എക്സിൻ്റെ മാസ്, എക്സിൻ്റെ റേഡിയസ്. എക്സ് എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ ഇതിൻ്റെ അകത്ത് എവിടെയോ ഒരു എക്സ് ഉണ്ട്. ഈ എക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ എക്സ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ എക്സിൻ്റെ മാസും ഇൻറ്റു അതിൻ്റെ റേഡിയസും കൂടെ ചെയ്യുമ്പോഴാണ് FC(x) കിട്ടിയത്. അപ്പം എക്സ് ഇൻറ്റു R × X എന്ന് പറയുമ്പോൾ FC(x) എന്ന് പറയുന്നത് 22 കിലോഗ്രാം മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടി. ഇനി ഒന്നും കൂടെ ചോദിച്ച് നോക്കിക്കേ. ഈ ഗിവൺ ഡേറ്റ എഴുതിയപ്പോൾ ഒരു കാര്യം കൂടെ എഴുതാനുണ്ടായിരുന്നു. എന്താണ്? ഫൈൻഡ് ദ പൊസിഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ബാലൻസ് മാസ് റിക്വയർഡ് ഇഫ് ഇറ്റ്സ് റേഡിയസ് ഓഫ് റൊട്ടേഷൻ ഈസ് 0.2 മീറ്റർ. അത് ആദ്യമേ പറഞ്ഞ് ഇതാക്കേണ്ടെന്ന് ഓർത്താണ് പറയാൻ തരുന്നത്. റേഡിയസ് അതായത് നമുക്ക് ക്വസ്റ്റിനിൽ തരും. അത് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ നമ്മളൊരു സംഭവം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ അതിൻ്റെ അകത്ത് എവിടെയോ കൊണ്ടുപോയി ഇത് കൊണ്ടുപോയി വെക്കണം. അപ്പോൾ വെക്കാൻ നേരത്ത് നമുക്ക് എന്തൊക്കെ വേണം? മാസ് വേണം, അതിൻ്റെ ആ പൊസിഷനും വേണം, പിന്നെ അതിൻ്റെ റേഡിയസ് വേണം. റേഡിയസ് മിക്കപ്പോഴും എന്തിൽ തരും? ചോദ്യത്തിൽ തന്നിരിക്കും. അപ്പം ചോദ്യത്തിൽ എന്തോന്നുണ്ട്? റേഡിയസ് ഓഫ് റൊട്ടേഷൻ, അത് നിങ്ങൾ വെക്കാൻ പോകുന്ന ബാലൻസിങ് മാസിൻ്റെ റേഡിയസ് 0.2 മീറ്റർ ആണെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. റേഡിയസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് 0.2 മീറ്റർ, ഏത് ബാലൻസിങ് മാസിൻ്റെ. ഓക്കെ, അത് തന്നിട്ടുണ്ട്. അത് ഗിവൺ ഡേറ്റയ്ക്കകത്ത് അതും കൂടെ ഉൾപ്പെടുത്തിക്കുവാണ് ആദ്യമേ, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോഴത്തേക്കും നമുക്കപ്പോൾ എന്തോന്നറിയാം? mx ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ അകത്ത് റേഡിയസ് തന്നിട്ടുണ്ടല്ലോ, എന്തോന്നാണ്? 0.2 മീറ്റർ. അപ്പോൾ 0.2 മീറ്ററിലാണ് കിടക്കുന്നത് കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല, ഒന്നും കൺവേർട്ട് ചെയ്യേണ്ടതില്ല. = 22 കിലോഗ്രാം മീറ്റർ. അപ്പം ഇതിനെ റേഡിയസിന് അപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് മാസ് കിട്ടത്തില്ലേ? അപ്പം mx = 22 / 0.2. അപ്പം 22 / 0.2 ചെയ്യുമ്പോൾ 110. അപ്പം മാസ് എന്ന് പറയുന്നത് എന്തോന്നാണ്? കിലോഗ്രാം. 110 കിലോഗ്രാം. എല്ലാത്തിനും യൂണിറ്റ് എഴുതി തന്നെ ചെയ്യുക. അപ്പോൾ mx എന്ന് പറഞ്ഞാൽ 110 കിലോഗ്രാം. അപ്പം നമുക്ക് എന്തൊക്കെയായിരുന്നു കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ പൊസിഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മാസ് നമ്മൾ കണ്ടുപിടിച്ചു. ബാലൻസിങ് മാസ് എന്ന് പറയുന്നത് 110 kg ആണ്. ഓക്കെ, 110 kg ആണ്. ഇനിയിപ്പോൾ നമുക്ക് എന്താണെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്? പൊസിഷൻ എന്ന് പറയാൻ നേരത്ത് നമ്മൾ ഇവിടെ ഒരെണ്ണം കണ്ടുപിടിച്ചില്ലേ? ഇതാണ് പൊസിഷൻ. ഇതിനിങ്ങനെ എടുക്കുക, പെൻസിൽ വെച്ച് കറക്റ്റ് ചെയ്യുക.
പെൻസിൽ വെച്ച് കറക്റ്റ് ചെയ്യുക. എന്നിട്ട് വെച്ചതിന് ശേഷം കറക്റ്റ് ഇവിടെ കൊണ്ടുപോയി വെച്ച് എനിക്ക് അങ്ങോട്ടും വരയ്ക്കാം ഇങ്ങോട്ടും വരയ്ക്കാം. ഇങ്ങോട്ടും വരയ്ക്കാം അങ്ങോട്ടും വരയ്ക്കാം. എങ്ങോട്ട് വരയ്ക്കും ഞാൻ? ഇങ്ങോട്ട്. കാരണം എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ആരോ വന്നിട്ട് ഒരു മിനിറ്റ്, ഇതിൻ്റെ അകത്ത് കണ്ടോ ആരോ ഇങ്ങോട്ടാണ് കിടക്കുന്നത്. ഇത് ഇങ്ങോട്ട് ഇങ്ങനെ 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 കറങ്ങി ആരോ ഇങ്ങോട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചത്. ഇനിയിപ്പം ഇതിനെ ഞാനിങ്ങനെ ഒന്ന് ലൈൻ ഓഫ് ആക്ഷൻ കൊടുത്ത് നീട്ടുന്നു. ഓക്കെ, ഇതിനിങ്ങനെ ലൈൻ ഓഫ് ആക്ഷൻ കൊടുത്ത് നീട്ടുന്നു. എന്നിട്ട് നമ്മൾ ഇതിനിവിടെ ഇങ്ങനെ വെച്ചിട്ട് മണ്ടയ്ക്ക് ഇങ്ങനെ വെക്കുന്നില്ല. കാരണം ഇങ്ങനെ മുകളിൽ വെക്കുവാണെങ്കിൽ 150 ഡിഗ്രി ഇങ്ങനെ പോകും. അപ്പോൾ താഴെയാണ് ഞാൻ വെക്കുന്നത്. ഇത് എത്ര കിട്ടും? ഇത് വെക്കാൻ നേരത്തെ ഏതാണ്ട് ഒരു 159 സംതിങ് ആണ് വരുന്നത്. ഓക്കെ, 159 സംതിങ് ആണ് വരുന്നത്. എവിടെ നിന്ന്? ഇവിടെ നിന്ന് എടുക്കുമ്പം 159 ഡിഗ്രിയാണ് വരുന്നത്. ഓക്കെ, അപ്പോഴത്തേക്കും നമ്മൾ എന്തോന്ന് പറയണം? നമ്മൾ പറയണം ആംഗുലാർ പൊസിഷൻ ഓഫ് ദി ബാലൻസിങ് മാസ് measured from 1 to ഇതിനെന്തോന്ന് എടുക്കാം? ഇതിന് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാമല്ലോ. നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. ഇവിടെ എക്സ് ഉണ്ട്. ഇതിൻ്റെ കിലോഗ്രാം നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 110 കിലോഗ്രാം. ഇതിൻ്റെ റേഡിയസ് എത്രയാണ്? 0.2 ആണ് ഇതിൻ്റെ റേഡിയസ്. 0.2 മീറ്ററാണ് ഇതിൻ്റെ റേഡിയസ്. 110 കിലോഗ്രാം ഇത്. അപ്പോൾ ഇതിൻ്റെ ആംഗിൾ ഫ്രം 1 to എക്സ് എന്ന് പറയുന്നത് ഏത് ഡയറക്ഷൻ? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇൻ കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് തീറ്റ എക്സ് ഇസ് ഈക്വൽ ടു ഇതിപ്പോൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് മൊത്തം എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രി. അപ്പോൾ 360 ഡിഗ്രിന്ന് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ക്ലോക്ക് വൈസ് അളന്നതിനെ കുറച്ച് കഴിയുമ്പം ഇവിടെ നിന്ന് ഇത്ര ഉള്ളത് കിട്ടത്തില്ലേ? 360 അപ്പം ഇത് എത്രയാണ്? 159 ഞാൻ കുറച്ചു. അപ്പോൾ എത്ര വരും? 360 ഡിഗ്രി മൈനസ് 159 ഡിഗ്രി. അപ്പോൾ 360 മൈനസ് 159 എന്ന് പറയുമ്പോൾ എത്ര കിട്ടി? 201 ഡിഗ്രി എന്ന് പറഞ്ഞ് കിട്ടി. ഇതാണ് എന്തോന്ന്? തീറ്റ എക്സ്. ഓക്കെ, അപ്പം ഇവിടെ എഴുതുമ്പോഴും ഇങ്ങനെ എഴുതുക, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ബാലൻസിങ് മാസ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് എം എക്സ് ഇസ് ഈക്വൽ ടു 110 കിലോഗ്രാം. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ആംഗുലർ പൊസിഷൻ ഓഫ് ദ ബാലൻസിങ് മാസ് മെഷർഡ് ഫ്രം 1 to എക്സ് ഇൻ എ കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് തീറ്റ എക്സ് ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി മൈനസ് 159 ഡിഗ്രി എന്ന് പറഞ്ഞ് കാണിച്ച് 201 ഡിഗ്രി എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഈ ചോദ്യം. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു.